വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിന്നൊരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം മോട്ടോഹോക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ. നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഫുള്ള് റൈഡിംഗ് ഗിയേഴ്സിനുള്ള കുറിച്ചുള്ള വീഡിയോസാണ്, ലൈക്ക് ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ് അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിതൊരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് ടൂ വീലേഴ്സിൻ്റെ ആക്സറീസും അതിൻ്റെ ഫിറ്റ്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഫ്ലാഷ് എന്ന് പറയുന്ന എൻ്റെ ഹസാർഡ് യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഓൾമോസ്റ്റ് മിക്ക ബൈക്സിന് നമുക്ക് അവൈലബിൾ ആണിത് ഡയറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ. 60 പാറ്റേൺസ് നമുക്ക് വരുന്നുണ്ട്. 60 പാറ്റേൺസിൽ നമുക്ക് ഈ പറഞ്ഞ വർക്കിംഗ് 60 പാറ്റേൺസിൽ വരും. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ടെയിൽ ലാമ്പ് ഇൻറ്റഗ്രേഷനും കൂടെ. ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈറ്റും ഈ പറഞ്ഞ ഹസാർഡിൽ തന്നെ വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് മിക്ക പാറ്റേൺസും ടെയിൽ ലൈറ്റിൽ എടുക്കും. പിന്നെ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ്സ് നമുക്ക് ഏതൊക്കെ വണ്ടികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക ബൈക്സിന് ഇപ്പോൾ R15, MT, KTMൻ്റെ എല്ലാ മോഡൽസും, റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽസ്, എക്സ്പൾസ്, FZ25 അങ്ങനെ ഡൊമിനാർ, ഓൾമോസ്റ്റ് എല്ലാ ബൈക്സിനും നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വയർ കട്ട് ചെയ്യേണ്ട കാര്യം ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഷോക്ക് പ്രൂഫാണ് മെറ്റീരിയൽ വരുന്നത്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് പല ബൈക്സും പല റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് ഒരു 1400 to 2000 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത് പല റേറ്റിൽ വരുന്നത്. 1400 to 2000 റേഞ്ചിൽ പല റേറ്റിലും വരുന്നുണ്ട് പ്രൈസുകൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. നമുക്ക് എക്സ്ട്രാ ഒരു സ്വിച്ച്, നമുക്ക് ബാക്കിയുള്ള സ്ഥലം എക്സ്ട്രാ ഒരു സ്വിച്ച് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ എക്സ്ട്രാ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ചിൽ തന്നെ ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻസ് വേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി വാങ്ങുമ്പോൾ അതിനകത്തൊരു ബ്രോഷർ ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺസ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ള ഇൻഫർമേഷനൊക്കെ അതിനകത്തുണ്ടാവും. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാറ്റേൺസ് സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. അതിനുമ്പോഴത്തേക്കും നമുക്ക് ഡിവൈസ് ഓൺ ആവും. എന്ന് വെച്ചാൽ റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. അത് ഓൺ ആ ഒരു പാറ്റേണിൽ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിവൈസ് ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് സെൻറ്റർ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഡിവൈസിൻ്റെ മോഡ് ചേഞ്ച് ആവും. ഇങ്ങനെയാണ് അതിൻ്റെ മോഡ് ചേഞ്ചിങ് വരുന്നത്. ഇത് ഡിവൈസ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് സെൻറ്റർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഡിവൈസ് ഓഫ് ആവും. ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഓഫിങ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ബൈക്കിൽ MT15 ഓൾറെഡി ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എക്സ് ഫ്ലാഷിൻ്റെ യൂണിറ്റ് എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കേബിൾസ് നമുക്ക് അതിൻ്റെ ഒപ്പം ഇൻബിൽഡായിട്ട് കിട്ടും. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ക്ലിപ്പിലാണ് നമ്മൾ എക്സ് ഫ്ലാഷിൻ്റെ യൂണിറ്റ് പ്ലഗ് ചെയ്യണത്. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ ഫീമെയിലിലേക്കും മെയിലിലേക്കും കണക്ട് ചെയ്യാനുള്ള പ്ലഗിങ് ആണ്. ജസ്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ആണ്. ആ ക്ലിപ്പ് കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്ലഗിങ് ചെയ്താൽ മാത്രം മതി. ഈ രണ്ട് ലൈൻസ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ എക്സ് ഫ്ലാഷ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ വയറിംഗ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് മെയിലിലും ഫീമെയിലിലേക്കും ബ്രേക്ക് ലൈറ്റിന് കൊടുക്കുക. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നും വയർ കട്ടിങ് ഒന്നും വന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്കാണ് എക്സ് ഫ്ലാഷ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി, ഡിവൈസ് വർക്കിംഗ് ആവും, ഓൺ ആവും. ഈ ഒരു മോഡൽ നമുക്ക് 3 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ വാറണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് വട്ടാവുന്ന വിഷയമൊന്നുമില്ല. പ്ലഗ് ആൻഡ് പ്ലേ ആണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളാണ്, മീൻസ് ഈസി ടു ഫിറ്റ് ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈസി ടു ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ കണ്ടാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് രീതികളൊക്കെ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബൈക്സിനും ഫിറ്റിംഗ് സിസ്റ്റം ഇത് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പ്ലഗുകളൊക്കെ ഡിഫറൻറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, ഇൻസ്റ്റയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെ പ്രൊഡക്ട്സ് ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് ബാക്കിയുള്ള വണ്ടികളുടെ ആക്സറീസ് നമ്മൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.